SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എന്താണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ? മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒരു നിക്ഷേപ രീതിയാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ചെറിയ തുകകൾ കൃത്യമായ ഇടവേളയിൽ കൃത്യമായി നിക്ഷേപിച്ച് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ദീർഘകാലത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതിനുള്ള ഒരു നല്ല നിക്ഷേപ രീതിയാണ് SIP. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ബാങ്കുകളിലെ പോസ്റ്റ് ഓഫീസിലൊക്കെ പലരും റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ അഥവാ RD ആയി നിക്ഷേപം നടത്തുന്നുണ്ടായിരിക്കും. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത കാലയളവ് വരെ കൃത്യമായിട്ട് അടക്കുന്നതാണ് RD അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലും ഓരോ മാസവും ഒരു നിശ്ചിത തീയതിയിൽ ഒരു നിശ്ചിത എമൗണ്ട് നിശ്ചിത കാലയളവ് വരെ നമുക്ക് അടക്കാനായി സാധിക്കും. ഇതിനായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡെബിറ്റ് ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഓരോ മാസവും നാം അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു കൃത്യമായ എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് ആവുകയും ആ തുകക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ദീർഘകാലയളവിൽ സമ്പത്ത് നേടിയെടുക്കാനുള്ള ഒരു നല്ല മാർഗമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ രീതിയിലുള്ള നിക്ഷേപ രീതി. ഇത്തരത്തിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണ അതല്ലെങ്കിൽ ഓരോ ആഴ്ച അതല്ലെങ്കിൽ ഓരോ ദിവസം ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി അനുവദിക്കുന്ന രീതിയിൽ ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത തീയതിയിൽ ഒരു നിശ്ചിത കാലത്തേക്ക് കൃത്യമായിട്ട് നിക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിക്ഷേപത്തിനെയാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ SIP നിക്ഷേപ രീതി പിന്തുടരുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി നമ്മെ പ്രാപ്തരാക്കുന്നു. കൃത്യമായ ഇടവേളയിൽ സിസ്റ്റമാറ്റിക്കായി ചെറിയ തുകകൾ നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള തുക നേടിയെടുക്കാനായി സാധിക്കും. ചെറിയ തുകകൾ കൊണ്ട് തന്നെ നമുക്ക് SIP നടത്താനായി സാധിക്കും. മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇപ്പോൾ 100 രൂപ തൊട്ട് SIP ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. SIPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് നമ്മുടെ നിക്ഷേപിക്കാനുള്ള എമൗണ്ട് ഓരോ മാസവും കൃത്യമായ തീയതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡെബിറ്റ് ആകും. അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു നേട്ടമാണ് SIP എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്താനായി സാധിക്കും. അതേപോലെ തന്നെ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ പൗസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും SIPയിൽ ഉണ്ടായിരിക്കും. അതുപോലെ നിക്ഷേപം തുടരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുകയാണെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം പിൻവലിക്കാനുള്ള അവസരവും SIPയിൽ ഉണ്ടായിരിക്കും. SIPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് ദീർഘകാലയളവിൽ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന നേട്ടം നമുക്ക് നൽകുമെന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം ഓഹരി വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണെങ്കിലും ദീർഘകാലയളവിൽ നമുക്കിത് പണപ്പെരുപ്പത്തെ മറികടക്കുന്ന നേട്ടം ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ മാർക്കറ്റിലുണ്ടാകുന്ന സാധാരണ കയറ്റിറക്കങ്ങളിൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് SIP നിർത്താതെ തുടർന്നാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ആ സമയത്ത് നമുക്ക് ലഭിക്കുകയും അത് പിന്നീട് മാർക്കറ്റ് ഉയരുമ്പോൾ നമ്മുടെ നേട്ടം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി തീരും. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായി നടത്തുന്ന നിക്ഷേപം മാർക്കറ്റിലെ അമിതമായ തകർച്ചയെ നേരിടാനും നമ്മെ ഒരു പരിധിവരെ സഹായിക്കും. ഓഹരികളിൽ നാം നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ നഷ്ടം കുറവായിരിക്കും പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിലുണ്ടാവുന്ന നിക്ഷേപത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത്. ഭാവിയിൽ വീട് വെക്കുന്നതിനോ കാറ് വാങ്ങുന്നതിനോ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ജീവിതം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയോ നമുക്ക് ധാരാളം പണം ആവശ്യമായി വന്നേക്കാം. ഇത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ദീർഘകാലയളവിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെ നേരത്തെ SIP നിക്ഷേപം ആരംഭിച്ചാൽ ചെറിയ തുക കൃത്യമായി നിക്ഷേപിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി സാധിക്കും.